ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ സിനാരിയോ ആണ്. ഇൻ്റർനാഷണൽ ലെവലിൽ വേൾഡ് വൈഡിലുള്ള ഫിഷ് പ്രൊഡക്ഷൻ, മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ, ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷൻ, ഫിഷ് കൺസംഷൻ, അതുപോലെ ഇന്ത്യയുടെ സ്റ്റാറ്റസ് എവിടെയാണ്, എത്രാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുൻപത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും അത് നമ്മൾ കണ്ടിരുന്നു. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എത്ര എന്ന് നമ്മൾ അതിൽ ക്ലിയർ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിൽ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു നമ്മളിതിന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മൾ ആ ക്ലാസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് വേൾഡിലുള്ള ഫിഷ് പ്രൊഡക്ഷൻ ടോട്ടൽ എത്രയുണ്ടെന്നും അതുപോലെ അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് നോക്കാം. ഈ ഒരു കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഇൻ വേൾഡ് 2020 അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഡേറ്റ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ വേൾഡിൽ 2018 178.5 MMT ആണ് ഫിഷിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 13.5 ആണ്. MMTയിലാണ് അതിൻ്റെ പറയുന്നത്. അപ്പോൾ 2018 വേൾഡിൽ തന്നെയുള്ള ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 178.5 അതിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 13.5 ഇനി നമുക്ക് മറൈൻ നോക്കാം. വേൾഡിലെ മറൈൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 115.2 ഇൻലാൻഡ് എന്ന് പറയുന്നത് 63.3 അതിൽ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ മറൈൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 3.8 ഇൻലാൻഡ് 9.7 അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും കോൺട്രിബ്യൂഷൻ വരുന്നത് ഇൻലാൻഡ് കോൺട്രിബ്യൂഷൻ തന്നെയാണ്. 9.7 MMT ഉണ്ട്. ഇനി വേൾഡിൽ എടുക്കുകയാണെങ്കിൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറൈൻ ഫിഷ് അതിൻ്റെ ഒരു പ്രൊഡക്ഷനാണ് വളരെ കൂടുതലായിട്ടും വേൾഡിൽ കാണാവുന്നത്. പക്ഷേ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇൻലാൻഡ് ഫിഷിലാണ്. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ടോട്ടൽ രാജ്യങ്ങളും അതുപോലെ തന്നെ ഓരോ റീജിയണും വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ റീജിയൻ വൈസിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് 1,22,404 ടൺ. അത്രയും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഏഷ്യയിലാണ് മെയിനായിട്ടും ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രീസ് എല്ലാം തന്നെ. ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ ഒക്കെ തന്നെ ഏഷ്യയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ ഉണ്ടാകുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ചൈനയിലാണ്. ഇനി നമുക്ക് അതിൻ്റെ അക്വാകൾച്ചർ, അതായത് ഇതിൽ ഫസ്റ്റ് കോളത്തിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്ഷനാണത്. മറൈനും അക്വാകൾച്ചറും കൂടി ചെയ്തിട്ടുള്ള ടോട്ടൽ പ്രൊഡക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ അക്വാകൾച്ചർ മാത്രമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് 72,820 മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അക്വാകൾച്ചറാണ് മുന്നോട്ട് നിൽക്കുന്നത്. അതിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അക്വാകൾച്ചർ ഇതിലാണെങ്കിലും ചൈന തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആയിട്ട് വരുന്നത് ഏഷ്യയിൽ ഇന്തോനേഷ്യയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത്. അപ്പോൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചൈനയാണ്. അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയാണ് വരുന്നത്. ഇന്ത്യയുടെ ആ ഒരു ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ത്യ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ്. ഇന്ത്യയുടേത് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ആഫ്രിക്കയുടെ നമുക്കിവിടെ കാണാൻ യൂറോപ്പ്, പിന്നെ നോർത്ത് അമേരിക്ക, ലാറ്റിൻ അമേരിക്ക ആൻഡ് കരീബിയൻ, പിന്നെ ഓഷ്യാന, ഇത്രയും റീജിയനായിട്ട് ഡിവൈഡഡ്. ഇനി ഏറ്റവും റീജിയന് ഫസ്റ്റ് ഏതാണ്? ഏഷ്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായെന്ന് പറയുന്നു. ഇനി അടുത്ത പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് യൂറോപ്പിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. യൂറോപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ രാജ്യങ്ങൾ, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ. അപ്പോൾ ആദ്യം ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ചൈന, അത് കഴിഞ്ഞിട്ട് യൂറോപ്പ്, അത് കഴിഞ്ഞിട്ട് ലാറ്റിൻ അമേരിക്ക, പിന്നീട് വരുന്നതാണ് ആഫ്രിക്ക. ഈ ഒരു ഇങ്ങനെയാണ് റീജിയണൽ ബേസിൽ ആ ഫിഷ് പ്രൊഡക്ഷൻ്റെ സ്റ്റാൻഡേർഡ്. ഇനി
എക്കണോമിക് വൈസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഗ്രൂപ്പിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസോട് ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ട്. ഇതിൽ ഡെവലപ്പിംഗ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അക്വാകൾച്ചറിലാണെങ്കിലും മറൈനാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എപ്പോഴും ഡെവലപ്പിംഗ് കൺട്രീസിലാണ്. ഇനി മേജർ എക്സ്പോർട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. 2018 കണക്കനുസരിച്ച് മെയിനായിട്ടുള്ള എക്സ്പോർട്ടർ എന്ന് പറയുന്നത് ചൈന തന്നെയാണ്. ചൈന കഴിഞ്ഞിട്ട് 2ാം സ്ഥാനത്ത് നോർവേ, അത് കഴിഞ്ഞ് 3ാം സ്ഥാനത്ത് വിയറ്റ്നാം, പിന്നെ 4ാം സ്ഥാനത്താണ് ഇന്ത്യ വരുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. 4ാം സ്ഥാനത്ത് ഇന്ത്യ വരുന്നത് എടുത്ത് പഠിക്കേണ്ടതാണ്. 4th പൊസിഷൻ. ഇനി മേജറായിട്ടുള്ള ഇമ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈന കഴിഞ്ഞാൽ ജപ്പാനാണ്. പിന്നീട് അതിൽ ഇന്ത്യ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള 3 പൊസിഷനും ഓർത്ത് വയ്ക്കുക. മേജർ എക്സ്പോർട്ടറായിട്ടും മേജർ ഇമ്പോർട്ടർ കൺട്രീസും ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് വരുന്നതാണ് ഫുഡ് കൺസപ്ഷൻ. ഫുഡ് കൺസപ്ഷനിൽ വേൾഡിൽ തന്നെ 152.9 മില്യൺ ടൺസ് ഫിഷ് ഫുഡായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോ സ്ഥലത്തെയും ഓരോ ഏഷ്യ റീജിയണൽ ബേസിൽ നമുക്ക് നോക്കാം. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഫിഷ് കൺസ്യൂം ചെയ്യുന്നത്. അത് പെർ ക്യാപിറ്റലും ഇവിടെ കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഫിഷ് കൺസപ്ഷൻ മില്യൺ ടൺസിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് രാജ്യം അല്ലെങ്കിൽ ഏത് റീജിയനൊന്നും പഠിച്ചു വെച്ചാൽ മതിയാകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിഷ് യൂസ് ചെയ്യുന്നത് ഏഷ്യൻ കൺട്രീസിൽ ആ ഒരു റീജിയനിൽ വരുന്ന ആൾക്കാരാണ്. പിന്നീട് യൂസ് ചെയ്യുന്നത് യൂറോപ്പിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 3rd പൊസിഷനിലാണ് ആഫ്രിക്ക വരുന്നത്. ഇനി എക്കണോമീനെ ആശ്രയിച്ച് നോക്കുകയാണെങ്കിൽ അതർ ഡെവലപ്പിംഗ് കൺട്രിയിലാണ് ഏറ്റവും കൂടുതൽ ഫിഷ് യൂസ് ചെയ്യുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് വളരെ കുറച്ചേ ഉള്ളൂ. അതർ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ 2nd സ്റ്റേജിലാണ് വരുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രൂപ്പിങ്ങിലാണെങ്കിൽ അതർ ഡെവലപ്പിംഗ് കൺട്രീസാണ് 109.5 മില്യൺ ടൺസാണ് അവയുടെ ഫിഷ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിന് 2nd സ്റ്റേജിൽ വരുന്നതാണ് ലോ ഇൻകം ഫുഡ് ഡെഫിഷ്യൻറ്റ് കൺട്രീസാണ്. ഡെവലപ്ഡ് കൺട്രീസാണ് സെക്കൻഡായിട്ട് വരുന്നത്. 31 ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ലോ ഇൻകം ഫുഡ് ഡെഫിഷ്യൻറ്റ് കൺട്രീസ് വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡ് കൺസ്യൂം ചെയ്യുന്നത് റീജിയൻ വൈസിലാണെങ്കിൽ ഏഷ്യയാണ്. അത് കഴിഞ്ഞ് വരുന്നത് യൂറോപ്പ്, ദെൻ ആഫ്രിക്ക, അങ്ങനെ. ഇനി എക്കണോമിയുടെ ബേസിലാണെങ്കിൽ അതർ ഡെവലപ്പിംഗ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ ഫിഷ് യൂസ് ചെയ്യുന്നത്, അത് കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഡെവലപ്ഡ് കൺട്രീസ്, പിന്നെ ലോ ഇൻകം ഫുഡ് ഡെഫിഷ്യൻറ്റ് കൺട്രീസാണ് വരുന്നത്. ഇനി ഇൻലാൻഡ് വാട്ടർ, ഇൻലാൻഡിൽ ഫിഷ് കൾച്ചർ ചെയ്ത് അത് പിടിക്കുന്നത് ഏതിനാണ് നോക്കാം. ഏറ്റവും കൂടുതൽ ഇൻലാൻഡ് ഫിഷ് ക്യാപ്ചേഴ്സ് നടക്കുന്നത് ഏഷ്യയിൽ തന്നെയാണ്. ഇത് ശതമാനക്കണക്കാണ്. ശതമാനക്കണക്കിൽ 66% ഏഷ്യയിലാണ് വരുന്നത്. പിന്നെ ആഫ്രിക്ക, ദെൻ അമേരിക്ക, പിന്നെ യൂറോപ്പ്, ഇങ്ങനെയാണ് ആ ഒരു ഇൻലാൻഡ് ഫിഷ് ക്യാപ്ചറിൻ്റെ കണക്ക് പോകുന്നത്. അപ്പോൾ ഇൻലാൻഡ് ഫിഷ് ക്യാപ്ചർ ഏറ്റവും കൂടുതൽ റീജിയണൽ വൈസ് ആണെങ്കിൽ ഏഷ്യയിലാണ്. പിന്നീട് ആഫ്രിക്ക, പിന്നെ അമേരിക്ക, 4th പൊസിഷനിലാണ് യൂറോപ്പ് വരുന്നത്. ഇനി ഇൻലാൻഡ് വാട്ടേഴ്സ് ക്യാപ്ചർ പ്രൊഡക്ഷൻ, അത് നമുക്ക് കൺട്രി വൈസിൽ നോക്കാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷൻ നടക്കുന്നത് ചൈനയിലാണ്. ചൈന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്നത് ഇന്ത്യയാണ്. ചൈനയിൽ 16% ഇൻലാൻഡ് ഫിഷാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ 14% വരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 3ാമത്തെ പൊസിഷനിൽ വരുന്നത് ബംഗ്ലാദേശാണ്. ഇത് എല്ലാ കൺട്രീസും ഏഷ്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കൺട്രിയുടെയും ലിസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ മേജർ കൺട്രീസ് നമുക്ക് പഠിച്ച് ഓർമ്മയിൽ വെക്കേണ്ട മേജർ കൺട്രീസിൻ്റെ നോക്കാം. അപ്പോൾ ഇൻലാൻഡ് ഫിഷ് പ്രൊഡക്ഷനിൽ ചൈന 16% കണ്ടു, ഇന്ത്യ 14%, ബംഗ്ലാദേശ് 10%, മ്യാൻമാർ 7%, കംബോഡിയ 4%, ഇന്തോനേഷ്യ 4%, ഉഗാണ്ട 4%. ഇതിൽ ഉഗാണ്ട എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കൺട്രി ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ ഏഷ്യൻ കൺട്രീസാണ് വരുന്നത്.
ഇനി മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ നോക്കാം. മറൈൻ ഫിഷ് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ വരുന്നത് ചൈനയിലാണ് 15%. അത് കഴിഞ്ഞിട്ട് ഇന്തോനേഷ്യ 8%, പെറു 8%, USA 6%, റഷ്യൻ ഫെഡറേഷൻ 6%, ഇന്ത്യ 4%. അപ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 6ാം സ്ഥാനമാണ്. 6ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് ഇതുപോലെയുള്ള പൊസിഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഓർത്ത് പഠിക്കുക. അപ്പോൾ ഇൻലാൻഡ് ആണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 2ഉം, എന്നാൽ മറൈൻ്റെ കേസിൽ വരുമ്പോഴേക്കും അത് 6ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയുടെ പ്രൊഡക്ഷൻ 4%. ശതമാനക്കണക്കും ഓർത്ത് വയ്ക്കുക. ഇനി മറൈൻ ക്യാപ്ചർ പ്രൊഡക്ഷൻ, അതായത് മേജറായിട്ട് മറൈൻ ഫിഷ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള രാജ്യങ്ങളും അവയുടെ കണക്കുമാണ് നമ്മൾ നേരത്തെ കണ്ട അത് തന്നെ ഇച്ചിരി ഇലാബറേറ്റഡ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തതേ ഉള്ളൂ. മേജറായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലെയും വരുന്നുണ്ട്. ഇവിടെ ഇന്ത്യയുടെ കണക്ക് എടുത്ത് പഠിക്കുക, അതുപോലെ ചൈനയുടെ കണക്കും എടുത്ത് പഠിക്കുക. കാരണം ചൈനയാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മളുടെ കേസ്, ഇന്ത്യയുള്ള കേസും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്